ഇന്ന് ഉച്ചക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ മീലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ സാധനങ്ങൾ മുഴുവൻ തീർന്നതുകൊണ്ടാണ്. നോൺ വെജ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അതില്ലാത്തത് ബാലൻസ് ചെയ്യാൻ നമ്മൾ സ്ഥിരം ചുറ്റുപാത്രമായിട്ടുള്ള ഉരുളക്കിഴങ്ങും വൈദ്യന പൊരിച്ചതൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. പൊട്ടേറ്റോ ആണ് ഇന്നത്തെ മെയിൻ താരം, അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ കറിയും. പിന്നെ മഷ്റൂമിന്റെ ഒരു ഉള്ളിയും പച്ചൽമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടുള്ള ഒരു കടുകൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഒരു സാധനം. അതിന് ഉപ്പേരി എന്നാണോ മെഴുക്ക് വരട്ടിയാണോ പറയാൻ എനിക്ക് അറിയില്ല, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ അറിയില്ല. ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനെന്ന് വിചാരിച്ചിനി. പക്ഷേ കുറെ ദിവസം മുന്നേ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് വീക്കെൻഡിൽ ചെയ്യാന്ന്. അതുകൊണ്ട് എനിക്കൊരു നിവൃത്തിയില്ല. സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്ക്. എവിടെ നോക്കിയാലും കേക്കാണ്, അതുകൊണ്ട് ഓരോ കുറ്റം പറയാനും പറ്റൂല. ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലും കേക്ക് കാണാം, ഫോൺ തുറന്നാലും കേക്ക് കാണാം. കേക്ക് ഉണ്ടാക്കണോണ്ടൊന്നും കുഴപ്പമില്ലേനു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ അന്ന് പ്രോമിസ് ചെയ്തേലേ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ടായിരുന്നു. അതായത് ഉത്തമ, ഈ ഉത്തമൻ എന്റെ എല്ലാ വീഡിയോയിലും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന കരങ്ങൾ എന്റെ മക്കളതായിരിക്കുമെന്ന്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തുടങ്ങാൻ തോന്നില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുള്ള് പുറത്തു പോണ സാധനമാണ്. പിന്നെ ഓരുണ്ടാക്കിയ പറയേണ്ടി വരുമോ, ഇരട്ടി പണിയാവുമല്ലോ. അതാണ് എനിക്ക് ഉണ്ടായിന മടി. അങ്ങനെ ഞാനും കുട്ടികളും ചാച്ചപ്പിന്റെ സഹായത്തോടെ ഒരു കേക്ക് ഉണ്ടാക്കി തുടങ്ങി. അതിന്റെ ഇടക്കൊക്കെ താഴെ പോകുന്നുണ്ട്, നമ്മൾ കണ്ടില്ലാണ്ട് വെക്കുക. കുക്കിംഗ് ആണോ ക്ലീനിങ് ആണോ ഇഷ്ടം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാതെ പറയും കുക്കിംഗ് ആണ്. എന്റെ വീട്ടില് ഞാൻ കിച്ചണിക്ക് കയറി വരുമ്പോൾ ഇപ്പോൾ എന്നോട് ഉമ്മ പറയും എന്തൊക്കെയോ പൊട്ടിക്കാനോ കരിക്കാനോ ആണ് വരുന്നത്, അതുകൊണ്ട് പോയിക്കോ, അങ്ങളെ സഹായം ഒന്നും വേണ്ട, ഒന്നവിടെ ഇരുന്ന് തന്നാ മതി എന്ന് പറയും. ഞാൻ എന്റെ പ്രാവീണ്യം പിന്നെയും തെളിയിച്ചിരിക്കുന്നത് ക്ലീനിങ്ങിലാണ്. ഇതിൽ ഉമ്മന്റെ സൈഡ് ക്ലിയർ ആണ് കേട്ടോ. സഹായത്തിന് പോയി കഴിഞ്ഞാൽ ഇരട്ടി പണിയും കൊടുത്ത് ഒരു ശല്യമായിട്ടാവും ഞാൻ പിന്നെ കിച്ചണിൽ പോകുന്നുണ്ടാവുക. മെയിൻലി നമ്മളെ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഡ്യൂട്ടിയാണ്. ഫ്രിഡ്ജിൽ നിന്ന് തക്കാളിയും പച്ചമുളകൊക്കെ എടുക്ക്, തേങ്ങ പൊളിച്ചു ഇങ്ങനത്തെ ഓരോരോ ഡ്യൂട്ടീസ് ആണ് നമുക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മളെ മക്കളോട് പറഞ്ഞാൽ നടക്കുമോ? അപ്പം വിചാരിക്കും ഫോണ് കളിക്കാനെക്കാട്ടി നല്ലത് ഇതിലെന്തെങ്കിലും എടുക്കുന്നതാണ്. നമ്മളൊക്കെ ചെറുതാവുമ്പോൾ എന്ത് ഡീസന്റ് ആയിരുന്നു. റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, കാരണം ഇത് ഭയങ്കര സിമ്പിളും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നോർമൽ കേക്കാണ്. ഇക്ക കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ നിറയെ നട്സ് ഇട്ട്. അപ്പം നോക്കി പായി വന്നപ്പോൾ നടുക്കിലൊരു വലിയ കീറൽ, നമ്മളെ റോട്ടിലൊക്കെ ഉള്ള പോലെ. എന്തെല്ലോ കുറെ പറയണമെന്നുണ്ട്, പക്ഷെ റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേനും സമയം കഴിയുന്നു. നീ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് കാണാൻ ആളുമില്ല. അത് അതിന്റെ ഇടയിൽ ഇവിടെ കേക്കിന് മാത്രമല്ല കള്ളികളുള്ളത്, കേക്ക് ബാറ്ററിന് വരെ കള്ളികളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഏതായാലും പറയാൻ പറ്റിയില്ല. ആ മേഞ്ഞ് കയറി പോണ മാരിയാണെങ്കിലും നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഇൻക്രെഡിബിൾ ആണ്. ഇനിയിപ്പോ ഗ്രോസറി വാങ്ങാൻ ഈ വീഡിയോയിൽ സ്ഥലമില്ല, അത് അടുത്ത വീഡിയോയിൽ. സ്റ്റേ ട്യൂൺഡ്.